പ്രിയപ്പെട്ട പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥികളെ, നമ്മൾ പറഞ്ഞു നമുക്ക് ഈ വർഷത്തെ അക്കൗണ്ടൻസിയോടൊപ്പം ഒരു പേപ്പർ കൂടിയാണ് പഠിക്കാനുണ്ടാവുക. അഥവാ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ 2 പേപ്പറുകൾ കൂടി ചേരുന്നതായിരിക്കും. ഒരു പേപ്പറിൻ്റെ പേര് അക്കൗണ്ടിങ് എന്നും, അഥവാ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെയും പാർട്ട്ണർഷിപ്പിനെയും പറ്റി പഠിക്കുന്ന ഒരു പേപ്പറും, മറ്റൊന്ന് നമ്മൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ പേപ്പറായിട്ടുള്ളത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ട്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പേപ്പറായ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. നോക്കാം നമുക്ക് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ പുസ്തകത്തിനകത്ത് നമുക്ക് ടോട്ടലി 6 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഷെയറിൻ്റെ ഇഷ്യൂവും അതിൻ്റെ ഫോർഫീച്ചർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. തേർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി. ഫോർത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിഫ്ത്ത് അക്കൗണ്ടിങ് റേഷ്യോസ്. ദെൻ സിക്സ്ത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 6 ചാപ്റ്ററുകൾ അടങ്ങുന്നതാണ് നമ്മളുടെ രണ്ടാമത്തെ പുസ്തകം. നോക്കാം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, കൈൻഡ്സ് ഓഫ് കമ്പനി, ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, നാച്ചർ ആൻഡ് ക്ലാസസ് ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. അപ്പോൾ കുറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി ബേസുകളും അതേപോലെ തന്നെ കമ്പനിയിലെ ഷെയറിൻ്റെ വിൽപ്പന തുടങ്ങിയ ചില അക്കൗണ്ട് ബേസുകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക് അക്കൗണ്ട് ഫോർ ഷെയർ ക്യാപിറ്റൽ കമ്പനി. Company means a company incorporated or registered under the Companies Act 1956. 1956 കമ്പനി നിയമപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് കമ്പനികൾ എന്ന് പറയുന്നത്. ആസ് അണ്ടർ എനി അതർ ഏർലിയർ കമ്പനീസ് ആക്ട്. അതിന് മുമ്പുള്ള കമ്പനികളായിട്ടായാലും 1956 കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്ത കമ്പനികളെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയാണ് നമ്മൾ കമ്പനികൾ എന്ന് പറയാറുള്ളത്. കമ്പനി ആക്ട് 2013 വീണ്ടും റിന്യൂ ചെയ്തിരുന്നു. ദെൻ കമ്പനി മേ ബി വ്യൂഡ് ആസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് മണി ഓർ മണീസ് വർത്ത് ടു എ കോമൺ ഇൻവെൻട്രി ആൻഡ് യൂസ് ഇറ്റ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസിന് വേണ്ടി കുറേ ആളുകൾ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് പണം സ്വരൂപിച്ച് ഉണ്ടാക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റിനെ പറയുന്ന പേരാണ് കമ്പനികൾ എന്ന് പറയാറുള്ളത്. ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണാണ്, ഒരു കൂട്ടം ആളുകളാണ്. അവർ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ പണം സ്വരൂപിച്ച് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തെയാണ് നമ്മൾ കമ്പനികളെന്ന് പറയാറുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി. കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നു ബോഡി കോർപ്പറേറ്റ്. എ കമ്പനി ഈസ് ഫോംഡ് according to the provision of law enforced from time to time. ഒരു സമയബന്ധിതമായി സമയം മാറ്റം വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സമയാസമയം വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിയമത്തിനുള്ളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് കമ്പനികൾ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയും. ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് ഫോംഡ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻ ഓഫ് ലോ. നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച്, നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് കമ്പനികൾ എന്ന് പറയുന്നു. ഇതാണ് ഫസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ പറയുന്നു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിയുടെ ഡെഫിനിഷനിൽ പറയാറുണ്ട്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സെയിൽ. ദെൻ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, അഥവാ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനിയും മെമ്പേഴ്സും സെപ്പറേറ്റ് ആയിരിക്കും. കമ്പനി വേറെയാണ്, മെമ്പേഴ്സ് വേറെയാണ്. ദെൻ കമ്പനിക്ക് സ്വന്തമായിട്ടൊരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇറ്റ് ക്യാൻ ഹോൾഡ് ആൻഡ് ഡീൽ വിത്ത് എനി ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി. ഏത് തരം പ്രോപ്പർട്ടികൾ വാങ്ങാനും ഡീല് ചെയ്യാനും കമ്പനിക്ക് അവകാശമുണ്ട്. വ്യക്തി എന്ന പോലെ തന്നെ ആസ് എ പേഴ്സൺ നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു വ്യക്തിയെപ്പോലെ തന്നെ കമ്പനിക്ക് ഏത് തരം പ്രോപ്പർട്ടികൾ വാങ്ങാനും അത് ഡീല് ചെയ്യാനുമുള്ള അവകാശമുണ്ട്.
It can hold and deal with any type of property. It can enter into contract and even open a bank account in its own name. ഒരു വ്യക്തി ചെയ്യുന്ന പോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഒരു വ്യക്തിയെ പോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട്, സ്വന്തം പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും. ഇറ്റ് ക്യാൻ സ്യൂ അതേഴ്സ് ആസ് വെൽ ആസ് ബി സ്യൂഡ് ബൈ അതേഴ്സ്. കേസ് കൊടുക്കാനും കേസ് നടത്താനുമുള്ള അവകാശമുണ്ട്. അഥവാ കേസ് കമ്പനിക്ക് ഒരാൾക്കെതിരെ കേസ് കൊടുക്കാനും ഒരാൾക്ക് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും. അപ്പോൾ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് കമ്പനി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാം. മറ്റ് ബിസിനസ് ഫോമിനെ അപേക്ഷിച്ചുള്ള കമ്പനിക്കുള്ളൊരു പ്രത്യേകതയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെ പറയുന്നത്. ദെൻ മറ്റൊന്നാണ് ലിമിറ്റഡ് ലയബിലിറ്റി. The liability of members of company is limited to the unpaid amount of shares held by them. ഷെയറിൽ അൺപെയ്ഡ് എമൗണ്ട് വരെ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ബാധ്യത ലിമിറ്റഡ് ആണ്. ഒരു കമ്പനിയിലെ മെമ്പർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആയിക്കഴിഞ്ഞാൽ ആ ഷെയർ ഹോൾഡർക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് അയാളുടെ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർ എത്രയുണ്ടോ അതുവരെയുള്ളൂ ബാധ്യത. ഇനി ഫുള്ളി പെയ്ഡ് ആണ് എങ്കിൽ, ഇനി ഒരു ഷെയറിൻ്റെ പണം മുഴുവനായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, പിന്നെ അയാൾക്കൊരു ലയബിലിറ്റിയും കമ്പനിയുടെ പേരിലില്ല. ദെൻ ഇൻ ദി കേസ് ഓഫ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഇനി ഗ്യാരണ്ടി ലിമിറ്റഡ് ആണ് എങ്കിൽ, ഒരു നിശ്ചിത എമൗണ്ടിൽ ഗ്യാരണ്ടീഡ് ആണ് എങ്കിൽ ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഗ്യാരണ്ടി ഗിവൺ ബൈ ദം. അവർ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതുവരെയുള്ളൂ അയാളുടെ ബാധ്യത എന്ന് പറയുന്നത്. ഇൻ ദ ഇവൻ്റ് ഓഫ് കമ്പനി ബീങ് വോണ്ട് ഓഫ്, കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എത്രയാണോ ഗ്യാരണ്ടി പറഞ്ഞത്, ഒരു മെമ്പർ ഗ്യാരണ്ടി പറയുന്നു, ആ ഗ്യാരണ്ടി എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് വരെ മാത്രമേ കമ്പനിയിലെ ആ മെമ്പർക്ക് ബാധ്യത ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മറ്റൊന്ന് പെർപെക്ച്വൽ സക്സഷൻ. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ദ കമ്പനി ബീങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ചസ് ഇൻ ഇറ്റ്സ് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിനകത്ത് മാറ്റം വന്നു കഴിഞ്ഞാലോ മെമ്പർമാർക്ക് വല്ല ചേഞ്ചും വന്നു കഴിഞ്ഞാൽ പോലും കമ്പനിയുടെ നിലനിൽപ്പിൽ മാറ്റം വരാത്തത് കൊണ്ടാണ് അതിനെ പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. അഥവാ ഇപ്പോൾ ഒരു മെമ്പറുടെ ഡെത്തോ ഒരു പുതിയ മെമ്പറുടെ അഡ്മിഷനോ എന്തായാലും ശരി, അത് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല. ദെൻ എ കമ്പനി ക്യാൻ ബി ടെർമിനേറ്റഡ് ഓൺലി ത്രൂ ലോ. നിയമപ്രകാരം മാത്രം അല്ലെങ്കിൽ നിയമത്തിലൂടെ മാത്രമേ ഒരു കമ്പനിയെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഇൻസോൾവൻസി ഓഫ് എനി മെമ്പർ ഓഫ് ദി കമ്പനി ഈസ് നോ വേ എഫക്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞു, ഡെത്തോ ഇൻസാനിറ്റിയോ ഇൻസോൾവൻസിയോ എന്ത് കാരണമായാലും ശരി, ഒരു മെമ്പർക്ക് സംഭവിക്കുന്ന ഇത്തരം ഏത് പ്രശ്നങ്ങൾക്കും കമ്പനി ടെർമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. മെമ്പേഴ്സ് മേ കം ടു ഗോ ബട്ട് ദ കമ്പനി കണ്ടിന്യൂസ്. മെമ്പേഴ്സ് വരും പോകും, പക്ഷേ കമ്പനി തുടർന്നു കൊണ്ടേയിരിക്കും, കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് കോമൺ സീൽ. കമ്പനിയുടെ മറ്റൊരു പ്രത്യേകതയാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. കമ്പനി ബീങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ കനോട്ട് സൈൻ ദ നെയിം ഓഫ് ബൈ ഇറ്റ് സെൽഫ്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, പക്ഷേ ഒരു വ്യക്തിയെ പോലെ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു കേസിൽ സൈൻ ചെയ്യാനോ ഒന്നും കമ്പനിക്ക് സാധിക്കില്ല. Therefore, every company is required to have its own seal which act as official signature of the company. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചർ, ഒഫീഷ്യൽ ഒപ്പായിട്ട് നമ്മൾക്ക് കമ്പനിക്ക് ഒരു ഒഫീഷ്യൽ സീൽ ഉണ്ടായിരിക്കും. Any document which does not carry the common seal of company is not binding on the company. ഏത് ഡോക്യുമെൻറ്റും കമ്പനിയുടെ സീലില്ലാത്ത ഡോക്യുമെൻറ്റുകളെ ആ കമ്പനിയുടേതെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ആസ് എ പേഴ്സൺ, ഒരു പേഴ്സൺ എന്ന ലെവൽ, ഇപ്പോൾ നമ്മൾ പേഴ്സണായിട്ട് നമ്മൾ ഭൂമി വാങ്ങുന്നു എന്ന് കരുതുക, നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കോൺട്രാക്റ്റിനകത്ത് ഒപ്പിടും. കമ്പനിക്കും നമ്മൾ പറഞ്ഞു സ്വന്തമായിട്ട് ഇങ്ങനെ ഭൂമി വാങ്ങണമെങ്കിൽ വാങ്ങാം, പ്രോപ്പർട്ടി എന്ത് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം, അത് ഡീൽ ചെയ്യാം. ആ ഡീല് ചെയ്യുന്നതിൽ സൈൻ ചെയ്യണം. അപ്പോൾ കമ്പനിക്ക് സൈൻ ചെയ്യാൻ അറിയാത്തതും അല്ലെങ്കിൽ പറ്റാത്തത് കൊണ്ട് അതിന് പകരം കമ്പനിയുടെ കയ്യിലുള്ളതാണ് കമ്പനിയുടെ കോമൺ സീൽ എന്ന് പറയുന്നത്. ഈ കോമൺ സീൽ ചെയ്ത് കഴിഞ്ഞാൽ, കോമൺ സീൽ അടിച്ചു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ സൈനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും.
ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. മറ്റുള്ളതിൽ വ്യത്യസ്തമായ മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർ, അവരുടെ താല്പര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ദ ഷെയർ ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറിനെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ മീൻസ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻ എന്നാണ്. പണമില്ലാതെ എന്നല്ല അർത്ഥം, പകരം റെസ്ട്രിക്ഷൻ ഇല്ലാതെ. ഇപ്പം ഞാൻ ഒരു കമ്പനിയുടെ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ എനിക്കത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിൽക്കാനുള്ള അധികാരമുണ്ട്. ദ പെർമിഷൻ ഓഫ് ദി കമ്പനി ഓർ കൺസെൻറ്റ് ഓഫ് മെമ്പർ ഓഫ് ദി കമ്പനി ഈസ് നോട്ട് നെസസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അങ്ങനെ വിൽക്കാൻ എനിക്ക് കമ്പനിയുടെ പെർമിഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ വിൽക്കാൻ എനിക്ക് മറ്റു മെമ്പർമാരുടെ പെർമിഷൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ ബിസിനസ്സുകൾക്കാണെങ്കിൽ ഷെയർ വിൽക്കാൻ പറ്റില്ല. താല്പര്യം വിൽക്കണമെങ്കിൽ മറ്റു മെമ്പർമാരുടെ കൺസെൻറ്റ് വേണം, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കൺസെൻറ്റൊക്കെ വേണം. അപ്പോൾ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ബട്ട് ദ ആർട്ടിക്കിൾ ഓഫ് കമ്പനി ക്യാൻ പ്രിസ്ക്രൈബ് ദ മാനർ ഇൻ വിച്ച് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് വിൽ ബി മെയ്ഡ്. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് കമ്പനി കൃത്യമായിട്ട് ഏത് രീതിയിലാണ് കമ്പനിയുടെ ഷെയറുകൾ വിൽക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ഫോളോ ചെയ്യണമെന്നർത്ഥം. ദെൻ മേ സ്യൂ ഓർ ബി സ്യൂഡ്. ഞാൻ മുമ്പ് പറഞ്ഞ പോയിൻ്റാണ്. കമ്പനിക്ക് കേസ് നൽകാൻ അവകാശമുണ്ട്. കമ്പനി കേസിൽ അകപ്പെടാനും കമ്പനിക്ക് മറ്റൊരാൾക്കെതിരെ കേസ് നൽകാനുമുള്ള അവകാശമുണ്ട്. എ കമ്പനി ബീങ് എ ലീഗൽ പേഴ്സൺ can enter into contract and can be enforced to contractual right against others. കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. കോൺട്രാക്റ്റുകൾ റൈറ്റ്സിൽ മറ്റൊരാൾക്കെതിരെ കമ്പനിക്ക് കേസ് നൽകാനും അവകാശമുണ്ട്. ഇറ്റ് ക്യാൻ ബി സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ദ നെയിം ഓഫ് ഇഫ് ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ ദി കമ്പനി. ഇങ്ങനെ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ, കോൺട്രാക്റ്റ് ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ, കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ ഒരാൾക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ കമ്പനിക്ക് മറ്റൊരാൾക്കെതിരെ കേസ് കൊടുക്കാനോ ഉള്ള അധികാരമുണ്ട്. ഇത്രയാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തത് കൈൻഡ്സ് ഓഫ് കമ്പനി. വ്യത്യസ്ത തരം കമ്പനികൾ, ഏതെല്ലാം തരം കമ്പനികളുണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കൈൻഡ്സ് ഓഫ് കമ്പനിയിൽ ഒന്നാമത്തെ പറയുന്നു ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി അടിസ്ഥാനത്തിൽ പറയുന്നു കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ലയബിലിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു ഒന്നാമത്തതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇൻ ദിസ് കേസ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഇതാണ്, ഒരു ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ അതുവരെ ആയിരിക്കും ആ ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി. അത് ലിമിറ്റഡ് ആണ്. ഞാൻ 1000 രൂപ വിലയുള്ള ഷെയർ ഒരു കമ്പനിയുടെ ഹോൾഡ് ചെയ്തു എങ്കിൽ എൻ്റെ ബാധ്യത 1000 രൂപയാണ്. മറ്റൊരു പണത്തിനും അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും എനിക്ക് ബാധ്യതയില്ല. അപ്പോൾ കമ്പനിക്ക് എത്ര വലിയ നഷ്ടമാണെങ്കിലും ശരി, എൻ്റെ ബാധ്യത 1000-ൽ ഒതുങ്ങും. ദെൻ ഇഫ് എ മെമ്പർ ഹാസ് പെയ്ഡ് ദ ഫുൾ എമൗണ്ട് ഓഫ് ഷെയർസ്. മെമ്പർ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ദർ ഇസ് നോ ലയബിലിറ്റി ഇൻ ദ പാർട്ട് വാട്ട്സ് ഓവർ ഇറ്റ് മേ ബി ഡെപ്റ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ കടത്തിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡർക്ക് ഒരു ബാധ്യതയുണ്ടാവില്ല. അഥവാ ഞാൻ 1000 രൂപയുടെ ഷെയർ കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു, 500 രൂപ അടച്ചിട്ടുണ്ട്, 500 രൂപ കമ്പനിയിലേക്ക് അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബാധ്യത ബാക്കിയുള്ള 500-ൽ കിടക്കുന്നു. ബാക്കിയുള്ള 500 കൂടി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബാധ്യത തീരും. നേരെ മറിച്ച് ഞാൻ ഫുള്ളി പെയ്ഡാണ്, ഷെയറിൻ്റെ മുഴുവൻ പണം അഥവാ 1000 രൂപയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നത്തെ കമ്പനിയുടെ ഒരു ഡെപ്റ്റിലും എനിക്ക് ബാധ്യതയില്ല. ദെൻ സെക്കൻഡ് വൺ പറയുന്നു ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റിയിലെ രണ്ടാമത്തെ പറയുന്നു കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഷെയർ പോലെ തന്നെ ഗ്യാരണ്ടി നൽകാം. ഇൻ ദിസ് കേസ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പർ ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് അറ്റ് ദ ഇവൻറ്റ് ഓഫ് കമ്പനി ബീങ് വൗണ്ട് അപ്പ്. നമ്മളൊരു ഗ്യാരണ്ടി എമൗണ്ട് പറയുന്നു, ഇത്ര രൂപ തരാമെന്ന് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മെമ്പറുടെ ഗ്യാരണ്ടി എമൗണ്ട് എത്രയാണോ അതുവരെയുള്ളൂ കമ്പനിക്ക് അയാളുമായുള്ള ബാധ്യത അല്ലെങ്കിൽ അയാൾക്ക് കമ്പനിയോടുള്ള ബാധ്യത. ദെൻ ദ ലയബിലിറ്റി ഓഫ് മെമ്പർ വിൽ അറൈസ് ഓൺലി ദ ഇവൻറ്റ് ഓഫ് ഇറ്റ്സ് വൈൻഡ് അപ്പ്. അത് വൈൻഡ് അപ്പ് സമയത്ത് മാത്രമാണ് ഈ ബാധ്യത വരുന്നത്. കാരണം വൈൻഡിങ് അപ്പ് സമയത്ത് ഇത്ര രൂപ ഗ്യാരണ്ടി പറയുന്നുവെങ്കിൽ ആ ഗ്യാരണ്ടി എമൗണ്ട് മാത്രമേ അയാൾക്ക് ബാധ്യതയുള്ളൂ. അതും വൈൻഡ് അപ്പ് സമയത്ത് മാത്രമേ അയാൾക്ക് ആ ബാധ്യത വരാനുള്ളൂ. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റിയിലെ തേർഡ് വൺ അൺലിമിറ്റഡ് കമ്പനീസ്. വെൻ ദർ ഈസ് നോ ലിമിറ്റ് ഓൺ ദി ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ദ കമ്പനി ഈസ് കോൾഡ് അൺലിമിറ്റഡ്
കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബാധ്യത നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടില്ല, മെമ്പേഴ്സിന് ലിമിറ്റഡ് അല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺലിമിറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനികൾ എന്ന് പറയും. When the company's property is not sufficient to pay off its debt, the private property of its members can be used for the purpose. നമുക്ക് സോൾ ട്രേഡിംഗ് കൺസേണുകളായാലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾക്കൊക്കെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പരിധിയില്ല. അഥവാ ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡെപ്റ്റ് ആ പാർട്ട്ണർമാരുടെ അല്ലെങ്കിൽ ആ ഓണറുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് അൺലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ. ഒരു കമ്പനി അൺലിമിറ്റഡ് ആയിട്ടാണ് എങ്കിൽ അഥവാ മെമ്പർമാരുടെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് എങ്കിൽ കമ്പനിക്ക് വന്നിരിക്കുന്ന ഡെപ്റ്റ് തീർക്കാൻ ആ മെമ്പർമാരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ലയബിലിറ്റി ബേസിൽ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു: ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. മെമ്പർമാരുടെ എണ്ണത്തിനടിസ്ഥാനത്തിൽ കമ്പനിയെ തരംതിരിക്കുന്നു. നമുക്ക് രണ്ടെണ്ണമാണ് തരംതിരിക്കാറുള്ളത്, ഒന്ന് പബ്ലിക് കമ്പനി എന്നും മറ്റൊന്ന് പ്രൈവറ്റ് കമ്പനി എന്നും. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒന്നാമത് പറയുന്നു ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനികളെയാണ് നമ്മൾ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഹാസ് മിനിമം ക്യാപിറ്റൽ ഓഫ് 5 lakh ഓൺ സച്ച് ഹയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മേ ബി പ്രിസ്ക്രൈബ്ഡ്. മിനിമം 5 ലക്ഷം രൂപ പെയ്ഡപ്പ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മിനിമം 5 ലക്ഷം രൂപ പെയ്ഡപ്പ് ക്യാപിറ്റലോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ പബ്ലിക് കമ്പനികൾ എന്ന് പറയും. ദെൻ ആൻഡ് ഇറ്റ് ഈസ് പ്രൈവറ്റ് കമ്പനി വിച്ച് ഈസ് സബ്സിഡിയറി ഓഫ് വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡിയറി അല്ലാത്ത 5 ലക്ഷം രൂപ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനികളെ പറയുന്ന പേരാണ് പബ്ലിക് കമ്പനികൾ എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നാണ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് നോക്കാം. പ്രൈവറ്റ് കമ്പനി ഈസ് വൺ വിച്ച് ഹാസ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 1 lakh ഓർ സച്ച് എ ഹയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ. 1 ലക്ഷം രൂപ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റലോട് കൂടിയ കമ്പനികളെ പറയുന്ന പേരാണ് പ്രൈവറ്റ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇറ്റ് റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ഇറ്റ്സ് ഷെയർസ്. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്ന ഇതാണ്: ഒന്ന്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിയന്ത്രണം ഉണ്ടായിരിക്കും. പബ്ലിക് കമ്പനിക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്ത് നിയന്ത്രണമുണ്ട്. ലിമിറ്റ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് 50. എംപ്ലോയീസ് കൂടാതെ 50 ആളുകൾ മാത്രമേ ഷെയർ ഹോൾഡറായിട്ട് പാടുള്ളൂ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം അഥവാ മെമ്പേഴ്സിൻ്റെ എണ്ണം 50-ൽ ഒതുങ്ങണം. ദെൻ prohibit any invitation to the public or to subscribe for any shares or debentures of the company. ഈ കമ്പനിയുടെ ഷെയറോ ഡിബെഞ്ചറോ വാങ്ങാൻ ഒരു പബ്ലിക്കിനെയും ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇൻവിറ്റേഷൻ പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അഥവാ പബ്ലിക് കമ്പനിയുടെ ഇൻവിറ്റേഷൻ പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് പാർട്ടീസ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് അത് ഇൻവിറ്റേഷൻ നൽകാൻ പാടില്ല. Then prohibit any invitation or acceptance of deposit from person other than its members. മെമ്പർമാരല്ലാത്ത, ഡയറക്ടേഴ്സ് അല്ലാത്ത, റിലേറ്റീവ്സ് അല്ലാത്ത ആളുകളിൽ നിന്നും നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ നൽകാൻ പാടില്ല. അപ്പോൾ പബ്ലിക്കിനെ തീരെ ഉൾപ്പെടുത്താതെ പ്രൈവറ്റ് മെമ്പേഴ്സ് മാത്രം കൂടി ചേർന്ന് നടത്തുന്ന ബിസിനസ്സാണ് പ്രൈവറ്റ് കമ്പനികൾ എന്ന് പറയുന്നത്.